സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് റോളിൽ വരുന്ന ഒരു ക്യാരക്ടറാണ് ഫ്രാങ്ക് കാസിൽ അഥവാ പണിഷർ. എന്നാൽ എംസിയുവിന്റെ സിനിമകൾ മാത്രം കാണുന്നവർക്ക് പണിഷറിന് അത്ര സുപരിചിതമായിരിക്കില്ല. പക്ഷേ നെറ്റ്ഫ്ലിക്സിലെ വഴി സീരീസുകൾ കണ്ടവർക്ക് ഏറ്റവും ഫേവറേറ്റ് ക്യാരക്ടേഴ്സിൽ ഒന്ന് തന്നെയായിരിക്കും പണിഷർ. ഇപ്പോഴിതാ ബ്രാൻഡ് ന്യൂ ഡേയിലൂടെ ബിഗ് സ്ക്രീനിലേക്ക് പണിഷർ ആദ്യമായി എത്തുമ്പോൾ ഈ ഒരു ക്യാരക്ടറിനുമുള്ള ബാക്ക് സ്റ്റോറി അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പഴയ ഡെയർ ഡബിൾ സീരീസിന്റെ സീസൺ 2 ആദ്യമായിട്ട് പണിഷർ വരുന്നത്. പിന്നീട് സോളോ സീരീസ് കിട്ടി, ഡെയർ ഡബിൾ ബോൺ അഗെയിൻ വന്നു, ആൻഡ് പണിഷർ വൺ ലാസ്റ്റ് കിൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് മാസം മുമ്പെയാണ് സ്പെഷ്യൽ പ്രസന്റേഷൻ പുറത്തിറങ്ങിയത്. അപ്പോൾ ഇതിലെല്ലാം കൂടെ വരുന്ന പണിഷറിന്റെ ആ ഒരു ഹോൾ ബാക്ക് സ്റ്റോറി നമ്മൾ ഒരൊറ്റ വീഡിയോയിൽ പറയാൻ പോവുകയാണ്. കൂടാതെ കോമിക്സിലെയും അതേപോലെ ഈ ആക്ടേഴ്സ് നമ്മളുടെ റിയൽ ലൈഫിലും കുറച്ച് കാര്യങ്ങളൂടെ പറയാനുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഒറ്റ വീഡിയോയിൽ കവർ ചെയ്യുന്നു. വെൽക്കം ടു കോമിക് മന്ത്ര. ഞാൻ ശ്രീനന്ദൻ ചെങ്ങന്നൂർ. ഫ്രാങ്ക് കാസിൽ ഒരു മറൈൻ കമാൻഡോ ആയിരുന്നു. തികഞ്ഞ അച്ചടക്കവും കഠിനമായ പരിശീലനവും ലഭിച്ച ഒരു സൈനികൻ. രഹസ്യ ദൗത്യങ്ങൾ നടത്തുന്ന ഒരു പ്രത്യേക സംഘത്തിലെ അംഗമായി രാജ്യാന്തര തലത്തിൽ പലതവണ ജീവൻ പണയം വെച്ച് പോരാടിയാൾ. സേവനത്തിനിടയിൽ കാസിൽ ബില്ലി റൂസോ എന്ന കോവർക്കറായി കട്ട കമ്പനിയാകുന്നു. പിന്നീട് ന്യൂയോർക്കിലെ ഫ്രാങ്കിന്റെ കുടുംബത്തോടും ഭാര്യയോടും കുട്ടികളോടും വളരെ അടുത്ത ബന്ധമുള്ള പ്രിയപ്പെട്ട സുഹൃത്തായ റൂസോ മാറി. കാസിലിന്റെ മക്കൾ അവനെ ബില്ലി അങ്കിൾ എന്നാണ് വിളിച്ചിരുന്നത്. വിദേശത്തെ സേവനത്തിനിടയിൽ ഫ്രാങ്കും ബില്ലിയും നിരവധി വിജയകരമായ ദൗത്യങ്ങൾ പൂർത്തിയാക്കി. എന്നാൽ ഒരു ദിവസം ഏജന്റ് ഓറഞ്ച് എന്നൊരാൾ അവരെ ഒരു ദൗത്യത്തിന് അയച്ചു. അത് വിഡ്ഢിത്തമാണെന്നും വലിയൊരു അപകടമാണെന്നും ഫ്രാങ്ക് മുന്നറിയിപ്പ് നൽകി. ഫ്രാങ്ക് പ്രവചിച്ചതുപോലെ തന്നെ ആ ദൗത്യം പാളുകയും നിരവധി സൈനികർ കൊല്ലപ്പെടുകയും ചെയ്തു. ദേഷ്യം സഹിക്കാനാവാതെ ഫ്രാങ്ക് ഏജന്റ് ഓറഞ്ചിനെ ക്രൂരമായി മർദ്ദിക്കുകയും അയാളുടെ കണ്ണടിച്ച് തകർക്കുകയും ചെയ്തു. പിന്നീട് അവധിയിലായിരുന്ന ഫ്രാങ്ക് സെൻട്രൽ പാർക്കിൽ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കുമ്പോഴാണ് ആ ദുരന്തം നടക്കുന്നത്. ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള വെടിവെപ്പിനിടയിൽ ഫ്രാങ്കിന്റെ ഭാര്യയും രണ്ടു മക്കളും പെട്ടുപോയി. ഫ്രാങ്ക് മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടെങ്കിലും കുടുംബത്തെ അവർ ദയയില്ലാതെ വെടിവെച്ച് കൊന്നു. പക്ഷേ ഇവിടെയാണ് യഥാർത്ഥ ട്വിസ്റ്റ്. അത് വെറും ഒരു ഗ്യാങ് ഫൈറ്റ് ആയിരുന്നില്ല. ഫ്രാങ്ക് കാസിലിനെ കൊടുക്കാൻ വേണ്ടി ആസൂത്രണം ചെയ്ത ഒരു ആക്രമണമായിരുന്നു അത്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഏജന്റ് ഓറഞ്ചും ബില്ലി റൂസോയുമായിരുന്നു. അവരുടെ കയ്യിലുള്ള പല തെളിവുകളും ഫ്രാങ്കിന്റെ കയ്യിലുണ്ട്. ഫ്രാങ്കിന്റെയൊക്കെ പഴയ കേരള ബ്ലാക്ക് സ്മിത്തിന്റെ സഹായവും ഇവർക്കുണ്ടായിരുന്നു. ഫ്രാങ്കിനെ വെടിവെപ്പിന് നടുവിൽ കുടുക്കി കൊല്ലാനായിരുന്നു ഏജന്റ് ഓറഞ്ചും ബ്ലാക്ക് സ്മിത്തും ചേർന്ന് ആ ഗുണ്ടാപ്പോര് ആസൂത്രണം ചെയ്തത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കാസിൽ രക്ഷപ്പെട്ടെങ്കിലും ഉള്ളുകൊണ്ട് അവൻ പൂർണ്ണമായി മരിച്ചിരുന്നു. കുടുംബത്തിന്റെ കൊലപാതകത്തോടെ ഫ്രാങ്ക് കാസിൽ എന്ന മനുഷ്യൻ അവസാനിച്ചു. ആ നിമിഷത്തിലാണെന്ന് ദ പണിഷർ പിറവിയെടുക്കുന്നത്. കുടുംബത്തെ കൊന്ന ഗുണ്ടാസംഘങ്ങളെ തിരിഞ്ഞുപിടിച്ച് വേട്ടയാടാനാണ് പണിഷർ ആദ്യം തുനിഞ്ഞിറങ്ങിയത്. പകരം ചോദിക്കാനുള്ള അയാളുടെ രക്തരൂഷിതമായ യാത്ര ന്യൂയോർക്കിലുടനീളം ചോരപ്പുഴ ഒഴുക്കി. ഈ ചോരക്കളി ഒടുവിൽ കാസലിനെ ഡെയർ ഡബിളിന് മുന്നിലെത്തിച്ചു. നീതി നടപ്പിലാക്കുന്നതിനെ കുറിച്ച് പണിഷർക്കും ഡെയർ ഡബിളിനും രണ്ടഭിപ്രായമായിരുന്നു. ആദ്യം അവർ പരസ്പരം കൊമ്പ് കോർത്തെങ്കിലും പിന്നീട് ഗുണ്ടാസംഘങ്ങളെ തകർക്കുക എന്ന പൊതുലക്ഷ്യത്തിനായി ഒന്നിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി. ഒടുവിൽ ഫ്രാങ്ക് പിടിക്കപ്പെടുകയും വിചാരണ നേടുകയും ചെയ്തു. മാറ്റ് മർഡോക്ക് തന്നെയാണ് കേസിൽ ഫ്രാങ്കിന് വേണ്ടി വാദിച്ചത്. ഈ സമയത്താണ് ഫ്രാങ്കും കേരൻ പേജ് തമ്മിലുള്ള പ്രണയത്തിനും സൗഹൃദത്തിനിടയിലുള്ള ഒരു പ്രത്യേക ബന്ധം വളർന്നു വരുന്നത്. ഭ്രാന്താണെന്ന് അടിച്ച് രക്ഷപ്പെടാനുള്ള വഴി ഉപയോഗിച്ച് താൻ ചെയ്ത കുറ്റങ്ങളുടെ ഉത്തരവാദിത്തം അഭിമാനത്തോടെ ഏറ്റെടുക്കുകയാണ് ഫ്രാങ്ക് ചെയ്തത്. തുടർന്ന് ഫ്രാങ്കിനെ ജയിലിൽ അടയ്ക്കുന്നു. അവിടെ വെച്ചാണ് ഫ്രാങ്ക് വിൽസൺ ഫിസ്ക് അഥവാ കിങ് പിനെ കണ്ടുമുട്ടുന്നത്. കാസിലിന്റെ കുടുംബത്തിനെ കൊന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ഡട്ടൺ എന്നൊരു തടവുകാരന് സാധിക്കുമെന്ന് കിങ് പിൻ ഫ്രാങ്കിനോട് പറയുന്നു. പകരം ഫ്രാങ്ക് ഡട്ടനെ കൊല്ലണമെന്നായിരുന്നു ഫിസ്കിന്റെ ആവശ്യം. അങ്ങനെ ജയിലിൽ തന്റെ അധികാരം ഉറപ്പിക്കാൻ ഫിസ്ക് പദ്ധതിയിട്ടു. എന്നാൽ കാര്യം കഴിഞ്ഞതോടെ ഫ്രാങ്ക് തനിക്കൊരു ഭീഷണിയാണെന്ന് ഫിസ്ക് തിരിച്ചറിഞ്ഞു. ഫിസ്കിന്റെ നിർദ്ദേശപ്രകാരം ആ ബ്ലോക്കിലെ മുഴുവൻ തടവുകാരെ തുറന്നുവിടുകയും അവർ ഒന്നിച്ച് കാസിലിനെ ആക്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ ക്രൂരമായ പോരാട്ടത്തിൽ നിന്നും ഫ്രാങ്ക് വെട്ടിപ്പിടിച്ച് പുറത്തെടുന്നു. മാർവൽ ഹിസ്റ്ററിയിലെ തന്നെ ഏറ്റവും മികച്ച ഫൈറ്റുകളിലൊന്നായിരുന്നു അത്. തന്റെ ഭരണത്തിന് ഭീഷണിയാകുന്ന ഗ്യാങ്സിനെ പുറത്തുനിന്ന് തന്നെ ഇല്ലാതാക്കാൻ ഫ്രാങ്കിന് കഴിയുമെന്ന് ഫിസ്ക് മനസ്സിലാക്കി. അങ്ങനെ ഫിസ്ക് ഫ്രാങ്കിനെ ജയിൽ ചാടിക്കാൻ സഹായിക്കുന്നു. പുറത്തെത്തിയ ഫ്രാങ്ക് തന്റെ പഴയ കേരള ബ്ലാക്ക് സ്മിത്തിനെ വേട്ടയാടാൻ തുടങ്ങി. ഒടുവിൽ അയാളെ കണ്ടെത്തി വധിച്ചതോടെ തന്റെ കുടുംബത്തിന്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ശിക്ഷ നൽകിയെന്ന് ഫ്രാങ്ക് കരുതി. തുടർന്ന് ന്യൂയോർക്കിൽ രചിച്ച പണിഷർ ദ ഹാൻഡുമായുള്ള പോരാട്ടത്തിൽ ഡെയർ ഡബിളിനെ സഹായിക്കുന്നു. ഇതേ ഹാൻഡ് തന്നെയാണ് ഇപ്പോൾ ബ്രാൻഡ് ന്യൂ ഡേയിൽ വരാൻ പോകുന്നത്. അതിനിടയിലാണ് താൻ റെഡ് എന്ന് വിളിക്കുന്ന സുഹൃത്ത് തന്നെയാണ് തന്റെ അഭിഭാഷകനായ മാറ്റ് മർഡോക്ക് എന്ന് ഫ്രാങ്ക് തിരിച്ചറിയുന്നത്. അങ്ങനെ ഇരുവരും ചേർന്ന് ഹാൻഡിനെ തോൽപ്പിക്കുന്നു. കുറച്ചു കാലം കടന്നുപോയി. ഫ്രാങ്ക് ഇപ്പോൾ പീറ്റ് എന്ന പേരിലാണ് ജീവിക്കുന്നത്. മുടിയും താടിയും വളർത്തി നിർമ്മാണ മേഖലയിൽ ചുറ്റിക്കൊണ്ട് പണി ചെയ്താണ് അയാൾ ദിവസം തള്ളി നീക്കുന്നത്. വിമുക്ത ഭടന്മാരെ സഹായിക്കുന്നതിന്റെ പഴയ കോവർക്കർ കർട്ടിസുമായി അവനിപ്പോഴും ബന്ധം പുലർത്തുന്നുണ്ട്. എന്നാൽ പതിവ് പോലെ കുടുംബത്തിന്റെ മരണത്തിന് ശേഷമുള്ള പകവീട്ടൽ പൂർണ്ണമായിട്ടില്ലെന്ന് വ്യക്തമാകുന്നതോടെ ഫ്രാങ്കോ വീണ്ടും പോരാട്ടത്തിലേക്ക് വലിച്ചിഴക്കപ്പെടുന്നു. ഫ്രാങ്ക് മൈക്രോ എന്നയാളെ കണ്ടുമുട്ടുന്നു. മൈക്രോ ഒരു മുൻ NSA അനലിസ്റ്റ് ആണ്. ഫ്രാങ്ക് കാസിലിനെ പോലുള്ള അമേരിക്കൻ സൈനികരെ ഉപയോഗിച്ച് നിയമവിരുദ്ധ ദൗത്യങ്ങളും കൊലപാതകങ്ങളും നടത്തിയിരുന്ന ഓപ്പറേഷൻ സർബസ് എന്ന രഹസ്യ പദ്ധതിയെക്കുറിച്ച് അറിഞ്ഞതോടെ മൈക്രോയുടെ ജീവൻ ഭീഷണിയിലാണിപ്പോൾ. ഈ നിയമവിരുദ്ധ ഓപ്പറേഷന് പിന്നിൽ ഏജന്റ് ഓറഞ്ചും ബില്ലി റൂസോയുമായിരുന്നു. അതെല്ലാം മനസ്സിലാക്കിയ മൈക്രോ തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ഒളിത്താവളത്തിൽ നിന്ന് രഹസ്യ ക്യാമറകൾ വഴിയാണ് അവരെ നിരീക്ഷിച്ചിരുന്നത്. ഫ്രാങ്കും മൈക്രോയും തീർത്തും വ്യത്യസ്തരായ രണ്ടുപേരായിരുന്നു.
എങ്കിലും ഫ്രാങ്കിന്റെ കുടുംബത്തിന്റെ മരണത്തിന് കാരണക്കാരായ മൈക്രോയുടെ കുടുംബത്തിന് ഭീഷണിയായ ആ വില്ലന്മാരെ തകർക്കാൻ അവർ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങി. റൂസോയുടെ ചതിയെക്കുറിച്ച് ഫ്രാങ്ക് മനസ്സിലാക്കുകയും അവർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. തുടർന്ന് ഫ്രാങ്കിനെ കസേരയിൽ കെട്ടിയിടുന്നു. അവിടെ എത്തുന്ന ഏജന്റ് ഓറഞ്ച് പണ്ട് തന്നെ കണ്ണടിച്ച് തകർത്തതിന് ഫ്രാങ്കിനെ ക്രൂരമായി പീഡിപ്പിക്കാൻ തുടങ്ങുന്നു. എന്നാൽ റൂസോയ്ക്ക് ഏജന്റ് ഓറഞ്ചുമായുള്ള വ്യക്തിപരമായ ചില പ്രശ്നങ്ങൾ കാരണം മനസ്സ് മാറുകയും ഫ്രാങ്കിന്റെ കെട്ടഴിച്ച് വിടുകയും ചെയ്യുന്നു. ഫ്രാങ്ക് ഏജന്റ് ഓറഞ്ചിനെ ദയയില്ലാതെ കൊല്ലുന്നു. ഇനി ഫ്രാങ്കോ കൊല്ലാൻ ബാക്കിയുള്ളത് ഒരേ ഒരാളെ മാത്രമാണ്, ബില്ലി റൂസോ. ഓറഞ്ചിനെ കൊല്ലാൻ ഫ്രാങ്കിനെ സഹായിച്ചെങ്കിലും റൂസോയും ഫ്രാങ്കും ഇപ്പോഴും ശത്രുക്കൾ തന്നെയാണ്. പണ്ട് ഫ്രാങ്കിന്റെ മക്കൾ കൊല്ലപ്പെട്ട അതേ പാർക്കിലെ കറങ്ങുന്ന ഊഞ്ഞാലിന് മുന്നിൽ വെച്ച് അവർ ഏറ്റുമുട്ടുന്നു. ഫ്രാങ്ക് ബില്ലിയെ തല്ലിച്ചതയ്ക്കുകയും അവന്റെ മുഖം ചില്ലുകളിൽ അടിച്ചുടച്ച് വലിച്ചു കയറുകയും ചെയ്യുന്നു. അങ്ങനെ മുഖത്താകെ മുറിവുകളോടെ ജിക്സോ എന്ന വില്ലൻ പിറവിയെടുക്കുന്നു. ഈ പോരാട്ടത്തിനിടയിൽ കാസിലിന്റെ പുതിയ സുഹൃത്തും ഹോംലാൻഡ് ഏജന്റുമായ മദാനിക്ക് തലയിൽ വെടിയേൽക്കുന്നു. ഡെയർ ഡബിൾ സീരീസിലെ ഡിറ്റക്റ്റീവ് മഹോണി, കാസിൽ, മൈക്രോ, കാരൻ എന്നിവർക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന മദാനി റൂസോ ഒരു വില്ലനാണെന്ന് അറിയുന്നതിന് മുമ്പ് അവനുമായി പ്രണയത്തിലായിരുന്നു. ഭാഗ്യവശാൽ മദാനി രക്ഷപ്പെടുകയും അവൾക്ക് ബോധം വരുന്നതുവരെ ഫ്രാങ്ക് ആശുപത്രിയിൽ കൂട്ടിയിരിക്കുകയും ചെയ്യുന്നു. പിന്നീട് മൈക്രോ സ്വന്തം കുടുംബത്തിലേക്ക് തിരിച്ചെത്തുന്നു. ഫ്രാങ്കിന് മാപ്പ് നൽകപ്പെടുകയും ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം ലഭിക്കുകയും ചെയ്യുന്നു. പണിഷർ എന്ന വേഷം ഉപയോഗിച്ച് സമാധാനപരമായ ജീവിതത്തിലേക്ക് മടങ്ങാൻ അവൻ ശ്രമിച്ചെങ്കിലും അധികകാലം നീണ്ടു നിന്നില്ല. നാട് വിട്ട് ജീവിക്കുന്ന ഫ്രാങ്ക് ഇപ്പോൾ മിഷിഗണിലാണുള്ളത്. ലോലാസ് റോഡ് ഹൗസ് എന്ന ബാറിലാണ് ഫ്രാങ്ക് രാത്രികൾ ചിലവഴിക്കുന്നത്. അവിടെ വെച്ച് എയ്മി എന്ന പെൺകുട്ടിയെ ഫ്രാങ്ക് കണ്ടുമുട്ടുന്നു. അവൾ ഏതോ വലിയ അപകടത്തിൽ പെട്ടിരിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അവളെ കൊല്ലാൻ ചില ഗുണ്ടകൾ എത്തുന്നതോടെ ഫ്രാങ്ക് ഇടപെടുകയും ബാറിലെ അടിപിടി കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്യുന്നു. ആ പോരാട്ടത്തിൽ ബെത്തിന് വെടിയേൽക്കുന്നു. അപകടകരമായ ചില രഹസ്യചിത്രങ്ങൾ കൈവശമുള്ളതിനാൽ വലിയ ശത്രുക്കളുടെ ഭീഷണിയിലായി എയ്മിയെ സംരക്ഷിക്കാൻ ഫ്രാങ്ക് തീരുമാനിക്കുന്നു. ആര്യൻ ബ്രദർഹുഡ് എന്ന അഴിമതിക്കാരും ശക്തരുമായ ഒരു സംഘത്തിൽ നിന്ന് എയ്മിയെ സംരക്ഷിക്കുന്നതിനിടയിൽ പണിഷർ വീണ്ടും ഏജന്റ് മദാനി, പഴയ സുഹൃത്ത് കർട്ടിസ്, കാരൻ പേജ്, ഒപ്പം തന്നെ പഴയ സുഹൃത്തും ഇപ്പോൾ ജീവനതുല്യം വെറുക്കുന്ന ശത്രുവുമായ ബില്ലി റൂസോ എന്നിവരെ കണ്ടുമുട്ടുന്നു. ഒടുവിൽ എല്ലാവരും ചേർന്ന സംഘത്തെയും ഒടുവിൽ ബില്ലി റൂസോയും തകർക്കുന്നു. ഫ്രാങ്ക് വീണ്ടും രക്ഷകനാകുന്നു. മറ്റുള്ളവർക്ക് അവരുടെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ സാധിക്കുന്നു. ഫ്രാങ്കിന് മുന്നിൽ വീണ്ടും ഒളിവ് ജീവിതം മാത്രമാണ് ബാക്കിയാകുന്നത്. എന്നാൽ ഇത്തവണ ഫ്രാങ്ക് പിന്മാറുന്നില്ല. അയാൾ വീണ്ടും ആ തലയോട്ടി സിമ്പിൾ നെഞ്ചിലേറ്റിക്കൊണ്ട് പൂർണ്ണമായും പണിഷറായി മാറുന്നു. പിന്നീട് ഏകദേശം 10 വർഷത്തേക്ക് നമ്മൾ പണിഷറെ കാണുന്നില്ല. ഡെയർ ഡബിൾ ബോൺ അഗൈൻ സീസൺ 1 മാറ്റിനെയും കാരനെയും വീണ്ടും കണ്ടുമുട്ടുമ്പോഴാണ് ഫ്രാങ്ക് വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോൾ മുടിയും താടിയും നീട്ടി ഒരു ഏകാന്തവാസിയെ പോലാണ് ഫ്രാങ്ക് ജീവിക്കുന്നത്. എങ്കിലും അതിക്രൂരന്മാരെ കുറ്റവാളികളെ കൊന്നൊടുക്കുന്ന ദൗത്യം ഇപ്പോഴും തുടരുന്നുണ്ട്. ന്യൂയോർക്കിലെ വൈറ്റ് ടൈഗർ എന്ന വിജിലാൻറ്റി കൊല്ലപ്പെട്ട സ്ഥലത്തുനിന്ന് കിട്ടിയ ഒരു ബുള്ളറ്റ് കേസിനെ കുറിച്ച് ചോദിക്കാനാണ് മാറ്റ് ഫ്രാങ്കിന്റെ അടുത്തെത്തുന്നത്. ആ ബുള്ളറ്റ് കേസിൽ പണിഷറുടെ തലയോട്ടി മുദ്രയുണ്ടായിരുന്നു. വൈറ്റ് ടൈഗറിനെ കൊന്നത് ഫ്രാങ്ക് അല്ലെന്നും ആക്ടിന് അറിയാമായിരുന്നു. എങ്കിലും പണിഷറുടെ രീതികളാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പ്രചോദനമായതെന്നും ഇതിനു പിന്നിൽ ആരാണെന്ന് ഫ്രാങ്കിന് അറിയാമെന്നും കരുതുന്നു. അത് വെറും ഒരു കോമാളി ഫാൻസ് ആണെന്ന് ഫ്രാങ്ക് സമ്മതിക്കുകയും ചെയ്യുന്നു. പിന്നീട് വനേസ ഫിസ്കിന്റെ ആവശ്യപ്രകാരം മാറ്റിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തും പങ്കാളിയുമായ ഫോഗി നെൽസനെ കൊന്ന ബുൾസൈ അഥവാ ബെഞ്ചമിൻ പോയിന്റെക്സർ ജയിൽ ചാടുന്നു. തന്നോട് ചെയ്ത ചതിക്ക് വനേസയോടും കിങ്പിനോടും പകരം വീട്ടാനാണ് അയാൾ ശ്രമിക്കുന്നത്. എന്തായാലും ബുൾസൈ ഫിസ്കിന് നേരെ വെടിയുതിർക്കുമ്പോൾ മാറ്റിടയിൽ ചാടി ഫിസ്കിന്റെ ജീവൻ രക്ഷിക്കുന്നു. ആശുപത്രി വിട്ട് മാറ്റി തന്റെ അപ്പാർട്ട്മെന്റ് തിരിച്ചെത്തുമ്പോൾ കാരൻ പേജിന്റെ ആവശ്യപ്രകാരം ഫ്രാങ്ക് അവനെ സംരക്ഷിക്കാനായി അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഫ്രാങ്ക് അവിടെ ഉണ്ടായിരുന്ന നന്നായി. കാരണം മേയറായ കിങ്പിന്റെ വിജിലാൻറ്റി വിരുദ്ധ സേനയായ AVTF മാറ്റിനെ കൊല്ലാനെ അപ്പാർട്ട്മെന്റിലേക്ക് ഇരച്ചു കയറുന്നു. ഫ്രാങ്കും മാറ്റും ചേർന്ന് അവരെ ചെറുത്തു തോൽപ്പിക്കുന്നു. ഒടുവിൽ അവർ ജനലിലൂടെ ചാടി രക്ഷപ്പെടുന്നു. കാരൻ കാറുമായി എത്തി രണ്ടുപേരെയും കൂട്ടി ഫ്രാങ്കിന്റെ ഒളിത്താവളത്തിലേക്ക് കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകുന്നു. ഫിസ്കിനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ മാറ്റ് മർഡോക്കും കാരനും ശ്രമിക്കുമ്പോൾ തങ്ങളുടെ ദൗത്യം തുറന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഫ്രാങ്കിന്റെ തലയോട്ടി മുദ്ര ധരിച്ച വലിയ ആരാധകരെന്ന വ്യാജന നടക്കുന്ന AVTF സംഘത്തെ തകർക്കാൻ വേണ്ടി ഫ്രാങ്ക് തന്നെ ഇറങ്ങുന്നത്. തുടർന്ന് ഫ്രാങ്ക് പിടിക്കപ്പെടുകയും ക്രൂരമായി മർദ്ദിക്കപ്പെടുകയും ചെയ്യുന്നു. അവർ ഫ്രാങ്കിനെ തങ്ങളുടെ സംഘത്തിലേക്ക് ക്ഷണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വെറും കോമാളികളെന്ന് വിളിച്ച് ഫ്രാങ്ക് അവരെ തള്ളുന്നു. ഒടുവിൽ വിജിലാൻറ്റികളെയും AVTF പിടികൂടുന്നവരെ അടച്ചിരുന്ന കിങ്പിന്റെ തുറമുഖത്തെ ഒരു കൂട്ടിൽ ഫ്രാങ്കിനെ അവർ അടയ്ക്കുന്നു. എന്നാൽ അവിടെ നിന്നും ഫ്രാങ്ക് രക്ഷപ്പെടുന്നു. അങ്ങനെ ജയിൽ ചാടി ഫ്രാങ്ക് എങ്ങോട്ടേക്കോ പോകുന്നു. അവിടെയാണ് ഡെയർ ഡബിൾ ബോൺ അഗൈന്റെ സീസൺ 1 നമ്മൾ അവസാനമായി ഫ്രാങ്ക് കാസിൽ അഥവാ പണിഷറിനെ കാണുന്നത്. ഡെയർ ഡബിൾ ബോൺ അഗൈൻ സീസൺ 1 ശേഷം പണിഷർ വൺ ലാസ്റ്റ് കിൽ എന്ന് പറഞ്ഞ സ്പെഷ്യൽ പ്രസന്റേഷനിലാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ പണിഷർ തിരിച്ചു വരുന്നത്. MCUലേക്ക് തിരികെ എത്തിയതിനു ശേഷമുള്ള ആദ്യ സോളോ പ്രൊജക്ട് കൂടിയായിരുന്നു ഇത്. ആൻഡ് ബ്രാൻഡ് ന്യൂ ഡേക്ക് തൊട്ടു മുമ്പുള്ള അവസാന പണിഷർ കണ്ടന്റും. ഇതിലെ കഥയിലേക്ക് വരികയാണെങ്കിൽ ഫ്രാങ്ക് കാസിൽ തന്റെ കുടുംബത്തിന്റെ കൊലപാതകത്തിന് കാരണക്കാരായ ഗ്നൂച്ചി ക്രൈം ഫാമിലിയിലെ അവസാനത്തെ കുറ്റവാളികളെയും വധിക്കുകയാണ്. ഇതോടെ ന്യൂയോർക്ക് സിറ്റിയിലെ ലിറ്റിൽ സിസിലിയിലുള്ള ഗ്നൂച്ചിയുടെ പഴയ താവളങ്ങൾ മുഴുവൻ കുറ്റവാളികൾ കയ്യിലടക്കുന്നു. അവിടുത്തെ ഒരു അപ്പാർട്ട്മെന്റാണ് ഫ്രാങ്ക് താമസിക്കുന്നത്. തന്റെ ഭൂതകാലത്തിലെ മനുഷ്യരുടെ ഓർമ്മകളും ഹാലൂസിനേഷൻസും അയാളെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒടുവിൽ പണിഷറുടെ ആയുധങ്ങളെല്ലാം പൂട്ടിവെച്ച് ആത്മഹത്യ ചെയ്യാനായി ഫ്രാങ്ക് തന്റെ കുടുംബത്തിന്റെ കല്ലറയിലേക്ക് പോകുന്നു. എന്നാൽ മകൾ ലിസയുടെ ഹാലൂസിനേഷൻ രൂപം അയാളെ അതിൽ നിന്ന് തടയുന്നു. ദിശയൊന്നുമില്ലാതെ അസ്വസ്ഥമായ തെരുവുകളിലൂടെ ഫ്രാങ്ക് ലക്ഷ്യമില്ലാതെ നടക്കുകയാണ്. സൈന്യത്തിലുണ്ടായിരുന്ന തന്റെ സുഹൃത്ത് കർട്ടിസ് ഹോയലിന്റെ ഓർമ്മകൾ അപ്പോഴും അയാളെ വേട്ടയാടുന്നുണ്ടായിരുന്നു. ഇതിനിടെ ഗ്നൂച്ചി ക്രൈം ഫാമിലിയുടെ തലവയായ മാ ഗ്നൂച്ചി ഫ്രാങ്കിനെ വളയുന്നു.
തന്റെ ഭർത്താവിനെയും 3 മക്കളെയും കൊലപ്പെടുത്തിയ ഫ്രാങ്കിനോട് പ്രതികാരം ചെയ്യാനാണ് അവരെത്തിയത്. ഫ്രാങ്കിന്റെ തലയ്ക്ക് താൻ വലിയൊരു തുക ബൗണ്ടിയായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മാഗ്നൂച്ചി വെളിപ്പെടുത്തുന്നു. അതോടെ നാട്ടിലെ എല്ലാ കുറ്റവാളികളും അയാളെ വേട്ടയാടാൻ ഇറങ്ങിത്തിരിക്കുന്നു. തിരികെ അപ്പാർട്ട്മെന്റിലെ ഫ്രാങ്ക് തന്റെ സുഹൃത്തായ കേരൻ പേജിന്റെ ഒരു ഹാലൂസിനേഷൻ കാണുന്നു. ഫ്രാങ്കിന്റെ വീഴ്ചകളിൽ കുറ്റപ്പെടുത്തുമ്പോഴും അവൾ അയാളെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ കുറ്റവാളികളുടെ ഒരു പട തന്നെ അപ്പാർട്ട്മെന്റിലേക്ക് ഇരച്ചു കയറിയും ഫ്രാങ്കിനെ തിരിഞ്ഞ് അവിടുത്തെ താമസക്കാരെ ആക്രമിക്കുകയും ചെയ്യുന്നു. തന്റെ മുറിക്ക് തീപിടിച്ചതോടെ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഫ്രാങ്ക് കുറ്റവാളികളെല്ലാം ക്രൂരമായി വധിച്ചുകൊണ്ട് മുന്നേറുന്നു. അപ്പാർട്ട്മെന്റ് മുകളിലെത്തിയ നിലയിലെത്തിയ അയാൾ അവിടെ നിന്ന് താഴേക്ക് ചാടുന്നു. മാഗ്നൂച്ചിയെ പിന്തുടരാൻ ഒരു അവസരം കിട്ടുന്നുണ്ടെങ്കിലും അതിന് നോക്കാതെ അവിടുത്തെ കടയുടമയായ ഡ്രേക്ക്, ഭാര്യ ഡെബി, അവരുടെ മകൾ എന്നിവരെ സംരക്ഷിക്കാനാണ് ഫ്രാങ്ക് തീരുമാനിക്കുന്നത്. പോരാട്ടമെല്ലാം അവസാനിച്ച ശേഷം ആ പെൺകുട്ടി ഫ്രാങ്കിന് കടലാസ് കൊണ്ടുള്ള റോസാപ്പൂ നൽകുന്നു. അയാളത് കൊണ്ടുപോയി മകൾ ലിസയുടെ കല്ലറയിൽ വെക്കുന്നു. പണിഷർ എന്ന നിലയിൽ തനിക്ക് ഇനിയും കുറച്ച് പണികൾ ചെയ്തു തീർക്കാനുണ്ടെന്ന് ഫ്രാങ്ക് തിരിച്ചറിയുന്നു. ഒരു പുതിയ പണിഷർ വേഷത്തിലും ആയുധങ്ങളുമായും ഫ്രാങ്ക് വീണ്ടും തെരുവുകളിലേക്ക് തിരിച്ചെത്തുന്നു. അവിടെ പാവപ്പെട്ട മനുഷ്യരെ ആക്രമിക്കാൻ വന്ന ഒരു കൂട്ടം ഗുണ്ടകളെ തടയുന്ന അയാൾ അവരുടെ തലവനെ വധിക്കുന്നു. അവിടെയാണ് പണിഷർ വൺ ലാസ്റ്റ് കിൽ അവസാനിക്കുന്നത്. അപ്പോൾ MCUവിലെ പണിഷറിന്റെ കഥ ഇത്രയുമാണ്. പണിഷറിന്റെ ക്യാരക്ടർ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ സ്പൈഡർമാനും പണിഷറും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാന്ന് തോന്നുന്നു. ഓക്കെ, സ്ട്രീറ്റ് ലെവലാണ് രണ്ടുപേരും, പക്ഷെ പണിഷറും സ്പൈഡർമാനും അങ്ങേയറ്റത്തും ഇങ്ങേറ്റം നിൽക്കുന്ന ക്യാരക്ടേഴ്സ് ആണ്. പക്ഷെ നമ്മൾ മാർവൽ കോമിക്സിലോട്ട് പോയി കഴിഞ്ഞാൽ പണിഷർ കടന്നു വരുന്നത് തന്നെ ആദ്യം സ്പൈഡർമാന്റെ കോമിക്കിലൂടെയാണ്. 1974 ദി അമേസിംഗ് സ്പൈഡർമാൻ ഇഷ്യൂ നമ്പർ 129 ഫ്രാങ്ക് കാസിൽ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പണിഷറിന് സ്വന്തമായിട്ടൊരു കോമിക് ആയിരുന്നില്ല, ആദ്യം സ്പൈഡർമാനിലാണ് വന്നത്. അതിൻ്റെ ഒരു സക്സസ് കൊണ്ടാണ് പിന്നീട് സോളോ കോമിക്സ് കിട്ടാൻ തുടങ്ങിയത്. ഒരു US മറീനായിട്ട് നേരത്തെ പറഞ്ഞ ആ ഒരു സ്റ്റോറിയിലെ തന്നെയാണ് അവിടെ പോകുന്നത്. ഒരിക്കൽ ഒരു മാഫിയ എക്സിക്യൂഷൻ ഫ്രാങ്കും ഫാമിലിയും ആക്സിഡന്റലി കാണുന്നു. അതിൻ്റെ അവിടെ വെച്ചിട്ടുള്ള വിറ്റ്നസിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മോബ് ഓപ്പൺ ഫയർ ചെയ്യുന്നു. അങ്ങനെയാണ് കോമിക്സിൽ ഫ്രാങ്കിന്റെ ഭാര്യയും മക്കളും ഒക്കെ മരിക്കുന്നത്. അങ്ങനെയാണ് പണിഷറായിട്ട് ഇയാൾ മാറുന്നത്. പിന്നീട് സ്പൈഡർമാനിൽ ഈ പറഞ്ഞ സ്റ്റോറിയിലോട്ട് വരുമ്പോഴത്തേക്കും സ്പൈഡർമാൻ ശരിക്കും ഇന്നസെന്റ് ഡെത്ത്സിന് പിന്നിലുള്ള ഒരാളാണെന്ന് തെറ്റിദ്ധരിച്ചാണ് പണിഷർ സ്പൈഡർമാനെതിരെ വരുന്നത്. പക്ഷേ പിന്നീട് മനസ്സിലാക്കുന്നു സ്പൈഡർമാൻ നല്ലൊരാളാണെന്ന്. അങ്ങനെ പിന്നെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. പിന്നീട് കോമിക്കിൽ ഒരുപാട് വട്ടം ഇവർ പല സമയത്തായിട്ട് ഒരുമിച്ച് കൂടിയിട്ടൊക്കെയുണ്ട്. ആൻഡ് ആനിമേറ്റഡ് സീരീസിലോട്ട് വരികയാണെങ്കിൽ 90s ക്ലാസിക് സ്പൈഡർമാൻ ആനിമേറ്റഡ് സീരീസ് ഉണ്ടല്ലോ, അതിൽ പണിഷർ കടന്നു വരുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കുട്ടികൾക്കുള്ളൊരു ഷോ ഫോക്കസ്ഡ് ആയതുകൊണ്ട് തന്നെ ടോൺ ഡൗൺ ആയിരുന്നു. ഇത്രയും വലിയ വയലൻസോ കാര്യങ്ങളോ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. അതിലും ഈ പറഞ്ഞതുപോലെ സ്പൈഡർമാൻ ഡേഞ്ചറസ് ക്രിമിനൽ ആക്ടിവിറ്റീസായിട്ട് കണക്ട് ആണ് തെറ്റിദ്ധരിച്ചാണ് പണിഷർ കടന്നു വരുന്നത്. എന്നാൽ പിന്നീട് ഇവർ രണ്ടും ഹീറോസ് ആയിട്ടാണ് മനസ്സിലാക്കുകയും ഒരുമിച്ച് ചേർന്ന് വില്ലന്മാരെ നേരിടുകയും ചെയ്യുന്നുണ്ട്. ആൻഡ് ഇത് ഈ പറഞ്ഞ പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ കഥ. ഇപ്പം ഞാൻ ഈ പറഞ്ഞത് പണിഷറുടെ നിങ്ങൾക്ക് അറിയാം, സ്പൈഡർമാൻ്റെ എല്ലാവർക്കും അറിയാം. ആൻഡ് ഇവർ രണ്ടുപേരും രണ്ടറ്റത്ത് നിൽക്കുന്നവരാണ്, പ്രായം കൊണ്ടാണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ഐഡിയോളജി കൊണ്ടാണെങ്കിലും. പക്ഷെ ഒരുമിച്ച് കൂടുമ്പോൾ ഇപ്പോൾ കോമിക്സിലാണെങ്കിലും ആനിമേഷനിലാണെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കോംബോയാണ്. ഇപ്പോൾ അതേ പ്രോപ്പർ ലൈവ് ആക്ഷനിൽ വരാൻ പോവുകയാണ്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ട്, ഈ പണിഷർ ആക്ടറായ ജോൺ ബെർന്താലും അതേപോലെ സ്പൈഡർമാൻ ആക്ടർ ടോം ഹോളണ്ടും പണ്ടേ ഫ്രണ്ട്സ് ആണ്. ആക്ച്വലി ഇവർ ഒരുമിച്ചാണ് പണ്ട് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴാണ് സ്പൈഡർമാന് വേണ്ടിയുള്ള ഓഡീഷൻ ഫുട്ടേജ് ജോൺ ബെർന്താലാണ് ടോമിന് എടുത്തു കൊടുത്തത്. അതുപോലെ ടോമാണ് ജോൺ ബെർന്താലിന്റെ പണിഷറിനുള്ള ഓഡീഷൻ ഫുട്ടേജ് എടുത്തു കൊടുത്തത്. അങ്ങനെ ഇപ്പം ഏറ്റവും അവസാനം രണ്ടുപേരും കൂടി ഒരുമിച്ച് വരികയാണ്. തൊട്ട് മുമ്പ് ഇറങ്ങിയ നോളന്റെ ഒഡീസി മൂവിയിലും ഇവർ ഒരുമിച്ച് കോംബോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ക്യാരക്ടേഴ്സിന്റെ ഒരു കോംബോ എന്നതിനേക്കാളും ഈ ആക്ടേഴ്സിന്റെ കോംബോയും കൂടെ വരുന്നത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ ഗൈസ്, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ സ്പോയിലേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രം ഞങ്ങൾ മാർവൽ ഫാൻസ് ഇന്ത്യയുടെ സൈഡിൽ നിന്ന് ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരള ബേസ്ഡ് ഗ്രൂപ്പ് തന്നെയാണ്, മലയാളത്തിൽ തന്നെയാണ് ഡിസ്കഷൻസ് വരുന്നത്. അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തേക്കാം. കാരണം ഇപ്പോൾ പടം ഒരുപാട് പേര് കാണാൻ എന്തായാലും വൈകും. ഫസ്റ്റ് ഡേ തന്നെ കാണുന്ന വളരെ കുറച്ച് പേരെ കാണും. അപ്പോൾ സ്പോയിലേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയിരിക്കുന്നത്. എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. സോ പണിഷർ എന്നൊരു ക്യാരക്ടറിനെ കുറിച്ച് ബ്രാൻഡ് ന്യൂ ഡേ കാണുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ കവർ ചെയ്യുന്നു വിശ്വസിക്കുന്നു. ഇനി ഇതുപോലെ ഏതൊക്കെ വീഡിയോസാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. നമ്മൾ 1-2 ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ആൻഡ് വി ആർ പ്ലാനിങ് സംതിങ് ബിഗ്ഗർ. നമ്മൾ ഒരിടയ്ക്ക് കൊമിക് മന്ത്ര കുറച്ച് ഇൻആക്റ്റീവ് ആയിരുന്നു, പക്ഷേ ഇനി അങ്ങോട്ട് പ്രോപ്പർലി ആക്റ്റീവായി കുറച്ചധികം പ്ലാനുകൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതൊക്കെ വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിയുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് രഞ്ജൻ കന്നൂർ സൈനിങ് ഓഫ് ഫ്രം കൊമിക് മന്ത്ര.